Hello students, welcome back to Canada Learnings. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നാലാമത്തെ ചാപ്റ്ററിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ റിവിഷൻ ആണ്. അപ്പോൾ എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പം എന്താണ് പവർ 2 വരുന്ന ഇക്വേഷൻ നമ്മൾ എന്ന് പറയാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പൊതുവെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻസ് അങ്ങനത്തെ എഴുതി സോൾവ് ചെയ്യാനുള്ള താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ബട്ട് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, നമുക്കൊരു 1-2 ഇക്വേഷൻ പഠിച്ചാൽ ഈ ചാപ്റ്റർ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നുള്ളതിൽ നമുക്ക് ജനറൽ ഫോം പറയാനുണ്ട്. അപ്പോൾ അതായത് ax² + bx + c എന്നുള്ളൊരു =0 എന്നുള്ളത് നമ്മുടെ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ a ≠ 0 ആണ്. അതായത് x² കോഎഫിഷ്യന്റ് എന്താ വരുത് 0 ആവരുത്. അപ്പോൾ അതാണ് അതിന്റെ എന്ത് വരിക ജനറൽ ഫോം വരിക. ഫസ്റ്റത്തെ സംഭവം തന്നെ ax² + bx + c എന്നുള്ളത് നമ്മുടെ ജനറൽ ഫോം. അപ്പോൾ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട് x² + nx + 9 = 0 അല്ലെങ്കിൽ x² + 6x + 3 = 0 അങ്ങനത്തെ കുറെ ഇക്വേഷൻ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ബട്ട് അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുക, അതായത് ഇതിന്റെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. സോ അതിനു മുമ്പ് നമുക്ക് കുറെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് നമ്മൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുന്നതാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ വരിക. രണ്ടാമത്തെ നമുക്ക് എന്ത് വരുന്നുണ്ട്, സ്ക്വയർ കംപ്ലീഷൻ എന്നുള്ള ടോപ്പിക് വരുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക, അത് ഇക്വേഷൻ ആയിട്ട് മാറിയപ്പോഴാണ് എങ്ങനെ അതിന്റെ സൊല്യൂഷനിലോട്ട് എത്തുക, സ്ക്വയർ കംപ്ലീഷൻ എന്നുള്ളൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. സോ അത് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ മൂന്നാമത്തെ നമുക്ക് 2 ആൻസേഴ്സ്, അതായത് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് എന്ത് വരും 2 ആൻസേഴ്സ് വരും, 2 സൊല്യൂഷൻസ് വരും. അപ്പോൾ അങ്ങനത്തെ കേസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ ഫോർത്ത് വൺ നമ്മളെ ഇക്വേഷൻ ആൻഡ് പോളിനോമിയൽസ് എന്നുള്ള ടോപ്പിക്കാണ്. സോ അതിൽ നമുക്ക് x = -b + or - (v²- 4ac/2a) എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത്. സോ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കിൽ നമുക്ക് ഓരോ പ്രോബ്ലംസ് വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുന്നത് അവിടെ നിങ്ങൾ സക്സസ് ആയി. അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഫോം ചെയ്യും, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്തിട്ട് നമ്മൾ അതിന്റെ =0 എന്നുള്ള ആ ടൈമിലോട്ട് എത്തണം. എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സ്റ്റെപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയി വരണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ചെയ്ത് തന്നെ പഠിക്കണം. എന്നാൽ ഡിഫറെന്റ് പ്രോബ്ലംസ് കേട്ടോ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് തന്നെ ചെയ്തിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എക്സാമിന്. അതായത് നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ആവണമെന്നില്ലല്ലോ, നമുക്ക് വേറൊരു എക്സാമ്പിൾ, വേറൊരു ഉദാഹരണം, വേറൊരു സിറ്റുവേഷൻ ആയിരിക്കും തരുന്നുണ്ടാവുക. സോ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ക്വയർ പ്രോബ്ലംസ് ആണല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യുക, വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ ഫോം ചെയ്യുന്നത് പറയാം. ഇതുപോലെ ഒരുപാട് നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ തരും. അപ്പോൾ അത് വെച്ചിട്ട് എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വേറെ തന്നെ കണ്ടീഷൻ ആയിരിക്കും, വേറെ തന്നെ സിറ്റുവേഷൻ ആയിരിക്കും. സോ അതിൽ നിന്ന് എങ്ങനെ ഫോം ചെയ്യാന്നുള്ളതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ട്രെയിൻ ചെയ്ത് കിട്ടേണ്ടതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ എങ്ങനെ ഫോം ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. സോ വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 meters ദ ഏരിയ ബിക്കം 49 square centimeter. അതായത് നമുക്കൊരു സ്ക്വയർ ഉണ്ടായിരുന്നു, ഈ സ്ക്വയറിന്റെ സൈഡ് 2 സെന്റിമീറ്റർ റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഏരിയ എന്താണ്, ആ സ്ക്വയറിന്റെ ഏരിയ 49 സ്ക്വയർ മീറ്റർ ആണ്. ഓക്കെ, 2 മീറ്റർ റെഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 49 സ്ക്വയർ മീറ്റർ ആണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയറിന്റെ ലെങ്ത് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആയ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ആദ്യം ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എന്ത് ചെയ്തു, അതിന്റെ ഒരു സൈഡ് 2 സെന്റിമീറ്റർ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്തു, 4 സൈഡും റെഡ്യൂസ് ചെയ്തു. സ്ക്വയർ ആണ്ട് 4 സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പം 4 സൈഡ് എന്ത് ചെയ്തു, 2 മീറ്റർ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏരിയ 49 സ്ക്വയർ മീറ്റർ ആണ് എങ്കിൽ ആദ്യത്തെ സ്ക്വയറിന്റെ ഏരിയ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം എന്തായിട്ടാണ് എക്സ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ വേരിയബിൾ ആയിട്ട് നമ്മൾ എക്സ് എടുക്കുന്നത് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് എന്താക്കി എടുക്കുക, നമ്മൾ എക്സ് ആക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നുള്ള ഹിന്ദി നമ്മൾ അതിനായിട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, ആ കാര്യം ക്ലിയർ ആക്കി വെക്കുക. കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിന് നമ്മൾ എന്താക്കി എടുക്കുക, എക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യനിലുള്ള തന്നിട്ടുള്ള ഹിന്ദിനെ നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ലെറ്റ്സ് take x be the side of ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് ആക്കി നമുക്ക് എന്തെടുക്കാം, എക്സിനെ എടുക്കാം അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് വന്നിട്ടുള്ള സ്ക്വയറിന്റെ സൈഡ് എന്തായിരിക്കും, അതായത് ആദ്യമുള്ള സ്ക്വയറിൽ നിന്ന് 2 മീറ്റർ ആണ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പൊ സൈഡ് ഓഫ് ന്യൂ സ്ക്വയർ എന്തായിരിക്കും വരിക, x - 2 അല്ലേ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്വയറിന്റെ ഏരിയയും കൂടി ഇനി കണ്ടുപിടിക്കാം. ഏരിയ നമുക്ക് 49 തന്നിട്ടുണ്ട് അല്ലേ. സോ ഏരിയ ഓഫ് സ്ക്വയർ എന്തായിരിക്കും വരിക, ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയറിന്റെ സൈഡ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്തായിരിക്കും, എക്സ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് x - 2 ആണ് എന്ത്, ന്യൂ സ്ക്വയറിന്റെ സൈഡ്. സോ അതിന്റെ ഏരിയ എന്തായിരിക്കും വരിക, ഏരിയ ഓഫ് ന്യൂ സ്ക്വയർ
ഏരിയ ഓഫ് ന്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ എന്താ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, എത്രയാണ് 49 സ്ക്വയർ മീറ്റർ ആണ് എന്ത് ഏരിയ തന്നിട്ടുണ്ട് അല്ലേ. സോ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, സെക്കൻഡ് ഡിഗ്രി വരുന്ന ഒരു ഇക്വേഷൻ വന്നിട്ടുണ്ട് അല്ലേ. എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് എങ്ങനെ എക്സ് കണ്ടുപിടിക്കാം, നമുക്ക് ഈ സ്ക്വയറിനെ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ രണ്ട് സൈഡ് എന്ത് ചെയ്യുക, സ്ക്വയർ റൂട്ട് ചെയ്യുക. അതായത് എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ഇവിടുന്ന് പോകും, ഇവിടെ റൂട്ട് 49 വരും. ഓക്കെ, സോ എക്സ് മൈനസ് ടു ഇസ് ഈക്വൽ ടു റൂട്ട് 49 എന്തായിരിക്കും വരിക, പ്ലസ് ഓർ മൈനസ് 7 വരും. സോ നമുക്ക് എന്താണ് ലെങ്ത് ആണല്ലോ വേണ്ടത് അല്ലേ. സോ നമുക്ക് -7 എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ +7 മാത്രം എടുക്കുക. സോ എക്സ് മൈനസ് ടു ഇസ് ഈക്വൽ ടു 7, എക്സ് ഈസ് ഈക്വൽ ടു 7 + 2 എന്ത് വരും, 9 വരും. സോ എക്സ് മൈനസ് ടു എന്ത് വരും, എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു 7 വരും, എക്സ് ഈസ് ഈക്വൽ ടു 7 + 2 9 വരും. അത് നമ്മളെ ലെങ്ത് എത്ര ആയിരിക്കും വരിക, നമ്മളെ ഒറിജിനൽ സ്ക്വയറിന്റെ ലെങ്ത് എന്താ അല്ലെങ്കിൽ സൈഡ് എന്തായിരിക്കും, 9 ആയിരിക്കും കേട്ടോ, 9 മീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, 9 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ, ഇതുപോലത്തെ വേറെ ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് സ്ക്വയർ കംപ്ലീഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ഈ സ്ക്വയർ കംപ്ലീഷൻ എന്നുള്ള ടോപ്പിക്കിലോട്ട് വരുമ്പോൾ നിങ്ങൾ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക, അതായത് സ്ക്വയർ കംപ്ലീറ്റ് നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു ബി തന്നിട്ടുണ്ട്, ഒരു ജനറൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ എയും ബി എന്താവാ, നമ്പേഴ്സ് ആവാം കേട്ടോ, കോൺസ്റ്റൻസ് ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എ ബൈ ടു, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബി പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. അതായത് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതിന്റെ ഹാഫിന്റെ സ്ക്വയർ എന്ത് ചെയ്യുക, നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുക. ഓക്കെ, എങ്ങനെ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതിന്റെ ഹാഫിന്റെ സ്ക്വയർ നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ക്വയർ കംപ്ലീഷൻ ചെയ്തിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഇവിടെ നോക്കുക, എക്സ് പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ വരും, മറ്റോടത്ത് റൈറ്റ് സൈഡിൽ എന്ത് വരും, ബി പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ വരും. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി തരാം. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൊഡക്റ്റ് ഓഫ് 2 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 288. വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് നമുക്ക് രണ്ട് ഈവൻ നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ഈവൻ നമ്പേഴ്സ്, ഇപ്പൊ 2 ഉം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ഈവൻ നമ്പേഴ്സ് അല്ല, അതുപോലെ ഏതോ രണ്ട് ഈവൻ നമ്പേഴ്സ്, ആ രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, 288 ആണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ആ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണോ അത് നമ്മൾ എന്താക്കി എടുക്കണം, എക്സ് ആക്കി എടുക്കണം അല്ലേ. സോ ലെറ്റ്സ് ടേക്ക് ദ നമ്പേഴ്സ് എക്സ് കോമ എക്സ് പ്ലസ് 2. കാരണം എന്താണ്, ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ വരെ എന്തായിരിക്കും, 12 ആഡ് ആയിട്ട് വരാം. സോ എക്സും എക്സ് പ്ലസ് 2 എടുത്തു. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, അവരുടെ പ്രൊഡക്റ്റ് 288 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 288. ഓക്കെ, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 288. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഗുണിച്ച് നോക്കാം. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 288. എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 288. ഇനി ഇതിനെ നമുക്കൊന്ന് സ്ക്വയർ കംപ്ലീഷൻ ചെയ്ത് വെക്കാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 288 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ബി എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുക, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതിന്റെ ഹാഫിന്റെ സ്ക്വയർ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈസി ആയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലോട്ട് എത്തും. ദെൻ ഈസി, ഓൾറെഡി ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, നമുക്ക് ഈസി ആയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ്, ഇനി 2ന്റെ ഹാഫ് എന്താണ്, 1 ആണ്. 1ന്റെ സ്ക്വയർ എന്താണ്, 1 തന്നെയാണ്. സോ ഞാൻ അത് ഇവിടെ ആഡ് ചെയ്തു. ഇനി റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, 2/2, അതായത് 1 ആഡ് ചെയ്യുക കേട്ടോ. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്തു. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 288 പ്ലസ് 1. അപ്പൊ ഇവിടെ എന്ത് വരും, 289 വരും. ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 നമുക്ക് ഏതിന്റെ എക്സ്പാൻഷൻ ആണ്, ഒന്ന് നോക്കിയേ. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2ab എന്നുള്ളത് 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ്, അതായത് 2x വരും അല്ലേ. സോ ഇതെന്താണ്, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് അല്ലേ. സോ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 289. രണ്ട് സൈഡ് സ്ക്വയർ റൂട്ട് ചെയ്യാം. സോ ഇവിടെ എന്ത് വരും, എക്സ് പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 289 വരും. റൂട്ട് 289 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 17ന്റെ സ്ക്വയർ ആണ് എന്ത് വരുന്നത്, റൂട്ട് 17ന്റെ സ്ക്വയർ ആണ് എന്ത് വരുന്നത്, 289 വരുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 17 വരും. സോ ഇനി എന്തായിരിക്കും വരിക, എക്സിന്റെ വാല്യൂ എക്സ് പ്ലസ് 1 ഈക്വൽ ടു
17 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ x+1 ഈസ് ഈക്വൽ ടു 17 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും x ഈസ് ഈക്വൽ ടു 17 - 1 16 കിട്ടും. ഓക്കെ, x ഈസ് ഈക്വൽ ടു 17 - 1 എന്ത് വരും 6 കിട്ടും. ദെൻ അപ്പോൾ എന്തായിരിക്കും നമുക്ക് ആൻസേഴ്സ് വരിക, നമ്പേഴ്സ് ഏതൊക്കെ ആയിരിക്കും വരിക, x ഈസ് ഈക്വൽ ടു 16 ആണെങ്കിൽ x+2 ഈസ് ഈക്വൽ ടു എന്ത് വരും 18 വരും അല്ലേ. അപ്പൊ 18 16 ആയിരിക്കും വരിക, നമുക്ക് രണ്ട് നമ്പേഴ്സ് വരാം. നമുക്ക് ഇത് മൈനസും വരാം കേട്ടോ, കാരണം എന്താണ് x+1 -17 വരുന്നുണ്ട്. സോ -16 -18 -16 വരാനുള്ള ചാൻസ് കൂടെ ഉണ്ട്. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടി നമ്മൾ പറയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എന്ത് വരിക, സ്ക്വയർ കംപ്ലീഷനിൽ വരിക. അപ്പൊ എങ്ങനെ ആഡ് ചെയ്ത് മനസ്സിലായല്ലോ, സ്ക്വയർ കംപ്ലീഷൻ എങ്ങനെ ചെയ്ത് മനസ്സിലായല്ലോ. ദെൻ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് 2 ആൻസേഴ്സ് ആണ്. അപ്പം നമുക്ക് ഇതുവരെ ചെയ്തതിൽ എന്താണ് 2 ആൻസേഴ്സ്, 2 ആൻസേഴ്സ് വരാല്ലേ. ഇപ്പൊ നമ്മളിപ്പോ -17 +17 ഒക്കെ വന്നില്ലേ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് 2 ആൻസേഴ്സ് വരുന്ന കേസ് ഉണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ. ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അത് എങ്ങനെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 10 cm മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത് ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 144 സ്ക്വയർ സെന്റിമീറ്റർ. വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? അതായത് ലെങ്ത് എന്താണ്, ബ്രെഡ്ത്തിനേക്കാളും 10 സെന്റിമീറ്റർ കൂടുതലാണ്. ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് ബ്രെഡ്ത്തിനേക്കാളും 10 സെന്റിമീറ്റർ കൂടുതലാണ്. ദെൻ വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? ബ്രെഡ്ത്തും ലെങ്ത്തും കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്തിന് നമുക്ക് x എന്ന് കൊടുക്കാം അല്ലെ. ലെങ്ത്തിന് x കൊടുത്തു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും x - 10 ആയിരിക്കും അല്ലെ. സോ let's take the length of rectangle x. So breadth എന്തായിരിക്കും വരിക, breadth x - 10 വരും അല്ലേ. ഒന്ന് x ഉം ഒന്ന് x - 10 വരും. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഏരിയ 144 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാലോ. സോ x into x - 10 equal to 144. അതായത് x square minus 10x equal to 144. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 ആൻസേഴ്സ്. അപ്പോൾ സോ ഇതിനെ നമുക്കൊന്ന് സ്ക്വയർ കംപ്ലീഷൻ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നോക്കാം. സോ x square minus 10x എന്ത് ചെയ്യുക, 10ന്റെ ഹാഫ് എന്താണ് 5 അല്ലേ. അപ്പോൾ 5ന്റെ സ്ക്വയർ എന്തായിരിക്കും 25. ഇത് രണ്ട് സൈഡിലും ആഡ് ചെയ്ത് നോക്കുക. സോ 144 + 25. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, ഇതിനി എന്തിന്റെ എക്സ്പാൻഷൻ ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. റൈറ്റ് സൈഡിൽ നമുക്ക് 169 കിട്ടും. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുക, x square minus 10x plus 25. ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ് അല്ലേ. അതായത് x - 5ന്റെ എക്സ്പാൻഷൻ ഒന്ന് നോക്കിക്കേ, എന്തായിരിക്കും വരിക, x square plus 25 minus 10x. 2ab പൊസിഷനിൽ നമുക്ക് എന്ത് വരും, -10x വരും. സോ ഈ സൈഡ് എന്താണ്, x - 5ന്റെ എക്സ്പാൻഷൻ ആണ് അല്ലേ. സോ x - 5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 169 വരും. അപ്പോൾ x - 5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 169 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് ചെയ്യാം അല്ലേ. സോ x - 5 ഈക്വൽ ടു എന്ത് വരും, √169 വരും. √169 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x - 5 ഈസ് ഈക്വൽ ടു എന്ത് വരും, +or -13 വരും. +or-13 വരും. അതായത് 169 ഏതിന്റെ സ്ക്വയർ ആണ്, 13ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾ 20 വരെയുള്ള സ്ക്വയർ എങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചാപ്റ്ററിലൊക്കെ മെയിൻ ആയിട്ട് എന്ത് വരണം, സ്ക്വയേഴ്സ് അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് ഈസി ആയിട്ട് ചാപ്റ്റർ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ x - 5 ഈസ് ഈക്വൽ ടു എന്താ പറയുക, +or-13 വരുന്നു. ഇനി ഇവിടെ നമുക്ക് x - 5 ഈസ് ഈക്വൽ ടു +or-13 വന്നു. അത് രണ്ട് എന്ത് വരുന്നുണ്ട്, ആൻസർ വരും അല്ലേ. സോ 2 ആൻസേഴ്സ് വരുമ്പോൾ നമുക്ക് x - 5 ഈസ് ഈക്വൽ ടു ആദ്യം +13 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ x - 5 ഈസ് ഈക്വൽ ടു -13 എടുത്തു. ഓക്കെ, അപ്പോൾ x - 5 ഈസ് ഈക്വൽ ടു +13 വരികയാണെന്നുണ്ടെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്ത് വരും, 18 വരും. ഇവിടെ എന്ത് വരും, x ഈസ് ഈക്വൽ ടു -5 -13 എന്ത് വരും, -8 വരും. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത കേസ്, അതായത് x ഈക്വൽ -8ഉം x ഈക്വൽ ടു 18 വന്നു. അപ്പോൾ നമുക്ക് രണ്ട് കേസ് വന്നില്ല. അപ്പോൾ ഈ -8 നമ്മൾ എടുക്കാത്തത് എന്തുകൊണ്ടാണ്, നമുക്ക് ലെങ്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എടുക്കാൻ പറ്റില്ല, നമുക്ക് മൈനസ് വാല്യൂസ് എടുക്കാൻ കഴിയില്ല അല്ലേ. സോ നമ്മൾ പ്ലസ് വാല്യൂസ് മാത്രമാണ് എടുക്കുന്നത്. സോ x ഈക്വൽ ടു 18 വന്നു കഴിഞ്ഞാൽ നമ്മളെ ബ്രെഡ്ത്ത് എന്തായിരിക്കും വരിക, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു x - 10 ആണ്. അതായത് 18 - 10 ഈസ് ഈക്വൽ ടു 8 വരും. അപ്പോൾ ലെങ്ത് എന്ത് വരും, നമുക്ക് 18 വരും, ബ്രെഡ്ത്ത് എന്ത് വരും, 8 വരും. സോ ഇങ്ങനെ രണ്ട് ആൻസേഴ്സ് നമുക്ക് കുറേ കേസസിൽ വരാറുണ്ട്. സോ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതാണ് ഉചിതമായിട്ടുള്ള ആൻസർ അതിനനുസരിച്ച് ചെയ്യുക. ഇനി രണ്ട് ഓപ്ഷനും വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ഒക്കെ എടുക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. സോ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും വരുന്ന കേസിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ലെങ്ത്ത് മെഷർമെന്റ് ഒക്കെ വരുന്ന കേസിൽ പോസിറ്റീവ് വാല്യൂസ് യൂസ് ചെയ്യുക. അപ്പോൾ ലെങ്ത്തിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ അത് യൂസ് ചെയ്യാന്നുള്ള പ്രത്യേകം ഞാൻ വീണ്ടും പറയുകയാണ്. ദെൻ നമുക്ക് ഇതാണ് 2 ആൻസേഴ്സ് വരും കേട്ടോ. രണ്ട് ആൻസേഴ്സ് നമുക്ക് വരുന്നത് കേസിലാണ് നമ്മൾ എന്ത് പറയുക, 2 ആൻസേഴ്സ് എന്ന് പറയാം.
ദെൻ രണ്ട് സൊല്യൂഷൻസ് നമുക്ക് കിട്ടിയല്ലോ അല്ലേ ഇവിടെ, അതായത് പ്ലസ് വാല്യൂ മൈനസ് വാല്യൂ വരുമ്പോൾ നമ്മൾ അത് രണ്ടും കൺസിഡർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ഇവിടെ കേസിൽ നമുക്ക് ലെങ്ത് മാത്രമേ, അതായത് പോസിറ്റീവ് വാല്യൂ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ചില കേസിൽ നമുക്ക് രണ്ട് വാല്യൂസും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്, ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ്. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ എന്ത് ടു സൊല്യൂഷൻസും പറഞ്ഞു. അപ്പോൾ അതിൽ എങ്ങനെ വരെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലായി, എല്ലാം ഏകദേശം ഒരു സൊല്യൂഷൻസിലോട്ട് എത്തും. പക്ഷേ ആ ഒരു ടോപ്പിക് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ്. അപ്പോൾ പോളിനോമിയൽസ് നമ്മൾ 9th തന്നെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ, പോളിനോമിയൽസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പോളിനോമിയൽസ് ഇക്വേഷൻ ആയിട്ട് മാറുന്ന കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെഷനിൽ, അതായത് ഇതിലാണ് നമ്മൾ ശരിക്കും ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പഠിക്കാൻ പോകുന്നത്. x is equal to minus b plus or minus root of b square minus 4ac by 2a എന്നുള്ള ഇക്വേഷൻ പഠിക്കാൻ വരുന്നത്. x is equal to minus b plus or minus root of b square minus 4ac by 2a. ഇതിൽ ഈ b square minus 4ac ആണ് നമ്മളെ സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് സൊല്യൂഷനെ എങ്ങനെയുള്ള സൊല്യൂഷൻ ആണെന്നുള്ള തീരുമാനിക്കുന്നത് എന്താണ്, b square minus 4ac വാല്യൂ ആണ്. അതായത് b square minus 4ac ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, b square minus 4ac ഗ്രേറ്റർ ദാൻ 0 എന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും, രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും. ഇനി അടുത്ത കേസ് എന്താണ്, b square minus 4ac ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, അതായത് നെഗറ്റീവ് വാല്യൂ എന്നുണ്ടെങ്കിൽ അതിനെന്തില്ല, സൊല്യൂഷൻസ് ഇല്ല. ഓക്കെ, അതിനെന്തില്ല, സൊല്യൂഷൻസ് ഇല്ല. അതുപോലെ തന്നെ b square minus 4ac ഈക്വൽ ടു 0 എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് കിട്ടുന്ന രണ്ട് വാല്യൂസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് വൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഈക്വൽ റൂട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ b square minus 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും, ഈക്വൽ ടു 0 എന്നുണ്ടെങ്കിൽ വൺ സൊല്യൂഷൻ ആയിരിക്കും, അതായത് ഈക്വൽ റൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ b square minus 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ അതിന് നോ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഈ ഒരു കാര്യമാണ് നമുക്ക് ലാസ്റ്റ് സെഷനിൽ വരുന്നത്, ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ്. പിന്നെ x is equal to minus b plus or minus root of b square minus 4ac ലോട്ട് നമ്മൾ എങ്ങനെ ഡിവൈഡ് ബൈ 2a എന്നുള്ള ആ ഇക്വേഷനിലോട്ട് എങ്ങനെ എത്തിയത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സോ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ്, അതായത് മോസ്റ്റ് ഓഫ് ദ തിങ് നമ്മൾ എന്ത് ചെയ്യാം, മോസ്റ്റ് കേസിൽ നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് വെക്കാം. അതായത് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, p of x is equal to x square minus x minus 6 എന്നുള്ള ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് x is equal to minus b plus or minus root of b square minus 4ac by 2a എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ ആയിരിക്കില്ല വരെ, നമുക്ക് ശരിക്കും എക്സാമിന് വരെ എന്തായിരിക്കും, എക്സാമിന് വരെ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ വന്ന പോലെ തന്നെ ലെങ്ത്തിന്റെ കേസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരും, അതിൽ നമ്മൾ ആദ്യം ക്വാഡ്രാറ്റിക് ഫോം ചെയ്യേണ്ടി വരും, എന്നിട്ട് അതിനുശേഷം നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ p of x is equal to x square minus x minus 6 ആണ്. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ എന്താക്കി മാറ്റി, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റിയാണ്, ഇക്വേഷൻ ആക്കി മാറ്റി, ഈക്വൽ ടു 0 ഇക്വേഷൻ ആക്കി മാറ്റി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, a b c. നമ്മളെ ഇക്വേഷനിൽ x is equal to എന്താണ്, x is equal to minus b plus or minus root of b square minus 4ac by 2a. അപ്പോൾ ഇതിൽ എയും ബിയും സിയും ഒക്കെ എന്താന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് എന്താണോ അതായിരിക്കും എന്റെ വാല്യൂ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 1 അല്ല എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് വരുന്നത്, അല്ലേ, 1 അല്ല വരുന്നത്. ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ബി എന്ന് പറഞ്ഞാൽ ഇക്വേഷനിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇക്വേഷനിൽ എക്സിന്റെ കോഫിഷ്യന്റ് എന്താണോ അതായിരിക്കും എന്ത് വരിക, ബി വരിക. എക്സിന്റെ കോഫിഷ്യന്റ് എന്താണോ അതായിരിക്കും ബി വരിക. ഇവിടെ മൈനസ് എക്സ് ആണ്, അതായത് -1 ആണ് എന്ത് വരിക, ബിയുടെ വാല്യൂ വരിക. ഇനി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മളെ കോൺസ്റ്റന്റ് പാർട്ട് അല്ലെ, കോൺസ്റ്റന്റ് പാർട്ട്. സോ അതെന്ത് ചെയ്യാം, വിത്ത് സൈൻ എഴുതാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് വരുന്നത്, -6 ആണ് വരുന്നത്. സോ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6. ഇപ്പൊ നമ്മൾ x is equal to minus b plus or minus root of b square minus 4ac by 2a എന്നുള്ള ഇക്വേഷനിലെ എയും ബിയും സി എന്താ മനസ്സിലായല്ലോ. അപ്പൊ ഇത് എഴുതുന്നിടത്ത് നമുക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മളെ സൊല്യൂഷൻ തന്നെ തെറ്റിപ്പോകും. സോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എയും ബിയും സിയും ആദ്യം അടയാളപ്പെടുത്തി നിങ്ങൾ സെപ്പറേറ്റ് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന്റെ സൊല്യൂഷനിലോട്ട് പോകാം കേട്ടോ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, എയും ബിയും സിയും മാറിപ്പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇക്വേഷൻ തന്നെ തെറ്റും, നമ്മളെ ക്വസ്റ്റ്യൻ തന്നെ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, സൈൻ ഉൾപ്പെടെ ശ്രദ്ധിക്കണം കേട്ടോ. സോ ഇനി നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ x is equal to minus b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈനസ് ഓഫ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, +1 ആയിരിക്കും വരിക. സോ -1 is equal to 1. ഓക്കെ, 1 plus or minus root of b square minus 4ac. b square എന്ന് പറഞ്ഞാൽ എന്താണ്, -1 whole square. -1 whole square പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 1 തന്നെയാണ് അല്ലെ. ദെൻ -4 into a എന്ന് പറഞ്ഞാൽ എന്താണ്, എന്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്, -6 ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ എന്തുണ്ട്, 2a. 2 into a എത്ര 1 ആണ്. സോ നോക്കുക, 1 plus or minus root of 1 minus 4 into 1 into -6, അതായത് -4 into 1 into -6 എന്ത് വരും, +24 വരും അല്ലെ, +24 വരും. 4 into 6 4 into -6 എന്ത് വരും, +24 വരും. ഹോൾ ഡിവൈഡ് ബൈ അഗൈൻ 2a 2 into 1 2 കിട്ടി. സോ 1 plus or minus root of 1 plus 24 എന്ത് വരും, √25 വരും. ദെൻ ഡിവൈഡ് ബൈ 2. അപ്പൊ എന്തായിരിക്കും നമുക്ക് ആൻസർ വരിക, 1 plus or minus 5/2 വരും. അതായത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, x is equal to, രണ്ട് ഇക്വേഷൻ എഴുതാം അല്ലെ. അതായത് എങ്ങനെ വരും, x is equal to ഇവിടെയൊക്കെ x ഉണ്ട് കേട്ടോ, അതുകൂടെ ഒന്ന് എഴുതുക, കൂടെ എഴുതി വരാം, x ഉണ്ട്. സോ x is equal to 1 plus 5/2 വരും. ഇവിടെ x is equal to 1 minus 5/2 വരും. രണ്ട് കേസ് ഉണ്ട് അല്ലേ. സോ
എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 5/2 പറഞ്ഞു കഴിഞ്ഞാൽ 6/2 വരും. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 5/2 പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 4/2 വരും. ഓക്കെ, മൈനസ് 4/2. അപ്പോൾ എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 3 വരും. then എക്സ് ഈസ് ഈക്വൽ ടു -2 വരും. എക്സ് ഈസ് ഈക്വൽ ടു -2 വരും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 3 കിട്ടി, എക്സ് ഈസ് ഈക്വൽ ടു -2 കിട്ടി. അപ്പോൾ ഈ ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇനി വേറെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 എന്നുള്ള ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. സോ അതിനെ നമുക്ക് ജനറൽ ഫോമിൽ എഴുതാം എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി ഈക്വൽ ടു 0. അതായത് എയും ബി എന്താണ്? ഈ ഇക്വേഷന്റെ റൂട്ട്സ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് വരും. അതായത് എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി ഒന്ന് ഗുണിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് കിട്ടും. അപ്പോൾ അതായത് ഇതിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ കോയിഷ്യൻറ്റും പിന്നെ ഒരു മൈനസ് ഉണ്ട് അല്ലേ. അപ്പോൾ എ പ്ലസ് ബി സിക്കുള്ള നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? മൈനസ് ഓഫ് എ പ്ലസ് ബി എന്നാണ്. അതായത് നമുക്ക് എന്ത് കിട്ടണം? എ പ്ലസ് ബി ആഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടണം. ഇവിടെ -1 അല്ലേ. സോ നമുക്ക് എ പ്ലസ് ബി എന്നുള്ളത് എന്ത് കിട്ടണം? നമുക്ക് 1 കിട്ടണം. ദെൻ ഈ എ ബി എന്നുള്ള പൊസിഷനിൽ നോക്കുക. എ ബി എന്നുള്ള പൊസിഷനിൽ ഇവിടെ എന്താണ് വരുന്നത്? -6 ആണല്ലേ വരുന്നത്. -6 ആണ് വരുന്നത്. സോ അത് നോക്കുക. എ ബി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ 2 റൂട്ട്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം? -6 കിട്ടണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതായത് 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം, ആൻഡ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? -6 കിട്ടണം. അപ്പോൾ ഇങ്ങനത്തെ ഏതൊക്കെ കേസാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്താലും -6 വരുന്ന കേസ് നോക്കാം. അപ്പോൾ 3 - 2 ഇത് രണ്ടും എന്താ കിട്ടുക? നമുക്ക് -6 അല്ല വാല്യൂ കിട്ടുക. അതുപോലെ തന്നെ -3 × 2 ഈ 2 കേസിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? പ്രൊഡക്റ്റ് -6 ആയിരിക്കും കിട്ടുക. പക്ഷേ നമുക്ക് അത് മാത്രമാണ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താണ്? എ പ്ലസ് ബി, അതായത് നമ്മൾ ഈ 2 റൂട്ട്സും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. ഈ ഒരു കേസ് ആയിരിക്കും അല്ലേ, 3 ആൻഡ് -2. അപ്പോൾ 3 ആൻഡ് -2 ആയിരിക്കും എന്ത് വരിക? എ ഈക്വൽ ടു 3 എടുത്തു കഴിഞ്ഞാൽ ബി ഈക്വൽ ടു -2. അപ്പോൾ എയും ബിയും അതായത് 3യും -2 ആയിരിക്കും എന്ത് വരിക? നമ്മളെ റൂട്ട്സ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ അത് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്നുള്ള ഇക്വേഷനിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ പ്ലസ് ബി എന്നുള്ളത് എന്താണ്? 3 - 2 എക്സ് പ്ലസ് എ ബി എന്ന് പറയുമ്പോൾ 3 × -2 ഈക്വൽ ടു 0. അതായത് എന്ത് വരും? എക്സ് സ്ക്വയർ -6 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡും യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത് എക്സ് ഈക്വൽ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് ഈ മെയിൻ ഇക്വേഷൻ അത് എക്സ് ഈക്വൽ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2 എന്നുള്ള ആ ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് കുറേ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് ബാക്കി വരുന്ന 2 സൊല്യൂഷൻസ്, അതുപോലെ തന്നെ നമ്മൾ സ്ക്വയർ പ്രോബ്ലംസ്, അതുപോലെ തന്നെ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ ഈ ടോപ്പിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ കംപ്ലീഷനൊക്കെ കൃത്യമായി മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ആൻഡ് എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഏറ്റവും വലിയ സ്റ്റെപ്പ് എന്താ വെച്ചാൽ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളത്. ഇത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് അതിലെ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിൽ നമുക്ക് തന്നിട്ടുള്ള ഹിൻഡ് അനുസരിച്ച് നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മളൊരു കടമ്പ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ചാപ്റ്ററാണ്. താങ്ക് യു.